അമേരിക്ക ക്ലെയിം ചെയ്തിരുന്നത്, ഇസ്രയേലും അവകാശപ്പെട്ടിരുന്നത് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായി തകർന്നിരിക്കുന്നു. അത് കറക്റ്റ് അല്ല. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ ഒരു സ്റ്റെൽത്ത് വിമാനം, അതായത് F-35 കാറ്റഗറിയിലുള്ള ഒരു സ്റ്റെൽത്ത് വിമാനത്തിന് കേടുപാടുകൾ പറ്റി. എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മിലിറ്ററി ഓപ്പറേഷനിൽ താഴെ നിന്നുള്ള വെടിയേറ്റ സ്റ്റെൽത്ത് വിമാനത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നത്. കാരണം ഈ റേഡാറുകളിലൊന്നും പെടാതെ സഞ്ചരിക്കാവുന്ന വിമാനങ്ങളാണ് സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്നാണല്ലോ അതിന്റെ സാങ്കേതികമായ ഒരു മേന്മയായി പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണമായി തകർന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല എങ്കിൽ പോലും ഇറാന്റെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഇൻടാക്ട് അല്ല എങ്കിൽ പോലും കേപ്പബിലിറ്റി അവശേഷിക്കുന്നു എന്നതാണ് നിഗമനം. ഒന്ന്. രണ്ട്, അമേരിക്കയുടെ തന്നെ F-15 കാറ്റഗറിയിലുള്ള ഒരു കപ്പലുകളിൽ നിന്നൊക്കെ പറന്നുയരാൻ തക്ക കാറ്റഗറിയിലുള്ള ഒരു വിമാനം ഈ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ തകർന്നു വീഴുന്നു. അതിന്റെ പിന്നിലും ഇറാൻ അവകാശം ഉന്നയിച്ചിരിക്കുകയാണ്. ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ ഏറ്റാണ് തകർന്നു വീണത് എന്ന്. ഇത് മാത്രമല്ല, മറ്റ് ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ, യുദ്ധം തുടർന്ന ആഴ്ചകളിൽ ഏതാനും വിമാനങ്ങൾ അമേരിക്കയെ നഷ്ടപ്പെട്ടതിന്റെ പിന്നിൽ ഇറാന്റെ ക്ലെയിം ഉണ്ട്. വ്യോമ പ്രതിരോധ ശേഷി പൂർണ്ണമായി നഷ്ടപ്പെടുത്തി എന്ന ക്ലെയിം പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ ആവുന്നില്ല. അതൊന്ന്. വ്യോമ ആക്രമണ കപ്പാസിറ്റിയാണ് രണ്ടാമത്തേത്. ഇറാന്റെ മിസൈൽ ശേഖരം, മിസൈൽ പ്രതിരോധമല്ല, മിസൈൽ ആക്രമണശേഷി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതൊരു ഉദാഹരണമാണ്. 2 ഉദാഹരണങ്ങൾ പറയേണ്ടതുണ്ട്. 4000 കിലോമീറ്റർ തെക്കുമാറിയുള്ള അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സേനാ താവളമായ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ ഈ ഡീഗോ ഗാർഷ്യ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണം അത് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. 2 ദീർഘദൂര മിസൈലുകൾ, ദീർഘദൂരം എന്ന് പറയുന്നത് ശരിയല്ല, മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഒരു പക്ഷേ 2 സ്റ്റേജ് മിസൈലുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 3000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളെ ക്രമീകരിച്ച് അതിന്റെ പോർമുനയുടെ ഭാരം കുറച്ചുകൊണ്ട് 4000 കിലോമീറ്റർ ആക്കി നിജപ്പെടുത്തി ദീഗോകാശിയിലേക്ക് അയക്കുകയാണ്. അപ്പൊ ആ ഒരു ദ്വീപ സമൂഹത്തിന്റെ ഭാഗമായി മൗറീഷ്യസിന് അടുത്ത് കിടക്കുന്ന ഒരു ദ്വീപ സമൂഹമാണ്, ആർച്ചിപ്പെലഗോ ആണ്. അപ്പൊ ആ ആർച്ചിപ്പെലഗോയിലെ പ്രധാനപ്പെട്ട ദ്വീപാണ് ബ്രിട്ടീഷ് കൺട്രോളിലുള്ള ഡീഗോകാശി. അമേരിക്കയ്ക്ക് 99 വർഷത്തേക്ക് പാർട്ടിന് കൊടുത്തിരിക്കുന്ന ആ ദ്വീപ സമൂഹത്തിലാണ് വളരെ വലിയ മിലിറ്ററി സന്നാഹങ്ങളാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഏഷ്യൻ, പ്രത്യേകിച്ച് സദൺ ഏഷ്യൻ ഓപ്പറേഷൻസിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രധാനപ്പെട്ട താവളം. അതായത് ഈ ഭൂഖണ്ഡങ്ങളിൽ നിന്നും വളരെയധികം, ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും വളരെയധികം അകലം പാലിക്കുന്ന ഒരിടം, സുരക്ഷിതമായ ഇടം, മറ്റു രാജ്യങ്ങളുടെ മിസൈലുകൾക്ക് കടന്നു വരാനാവാത്ത ഒരു സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഇടം എന്ന നിലയിൽ നിന്നും ഒരുപക്ഷെ ഇറാന്റെ ഹിറ്റിംഗ് റേഞ്ചിലേക്ക് ഡിയേഗോ ഗാർഷ്യ മാറിയിരിക്കുന്നു എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ഇറാന്റെ മിസൈൽ ശേഖരം പൂർണ്ണമായി തകർന്നു എങ്കിൽ എങ്ങനെയാണ് ഡീഗോ ഗാർഷ്യയിലേക്ക് മിസൈൽ അയക്കാൻ കഴിയുക?